നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി M. സുരാജ് എടക്കര പഞ്ചായത്തിലെ പര്യടനം പൂർത്തിയാക്കി. സ്ഥാനാർത്ഥി എത്തിയ ഓരോ ഇടങ്ങളും വൈകാരിക മുഹൂർത്തങ്ങൾക്ക് വേദിയായി. വെള്ളാരം കുന്നിൽ നിന്നും ആരംഭിച്ച പര്യടനം രാത്രിയോടെ പാലേമാട് സമാപിച്ചു. സ്വരാജിനെ കാണുവാനും കേൾക്കുവാനുമായി എടക്കര പഞ്ചായത്തിലെ ഓരോ കേന്ദ്രങ്ങളിലും തിരക്കേറി വന്നു. സ്ഥാനാർത്ഥി എത്തിയതോടെ കൈചേർത്തുപിടിച്ച് അഭിവാദ്യം നൽകി. ഓരോ സ്വീകരണ കേന്ദ്രത്തിലേക്കുമുള്ള യാത്രകളിലും തന്നെ കാണാൻ കാത്തിരുന്നവരെ ചേർത്തുപിടിക്കുവാനും അദ്ദേഹം മറന്നില്ല. വെള്ളാരക്കുന്ന്, മുസ്ലിയാരങ്ങാടി, തെയ്യത്തുംപാടം, നല്ലതണ്ണി എന്നിങ്ങനെ ഓരോ പ്രദേശങ്ങളിലും നിശ്ചയിച്ചതിലും മണിക്കൂറുകൾക്കു മുന്നേ സ്വരാജിനായി ജനങ്ങൾ തടിച്ചുകൂടി. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നാണ് LDF സർക്കാരിന്റെ ലക്ഷ്യമെന്നും വളരുന്ന നിലമ്പൂർ യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷം വിജയിക്കണമെന്നും സ്വരാജ് പറഞ്ഞു. വിശ്വസിക്കാവുന്ന മുന്നണിയാണ്, വിശ്വസിക്കാവുന്ന സർക്കാരാണ് ഇടതുപക്ഷത്തിൻ്റെതെന്ന് സാധാരണക്കാരായ മനുഷ്യർ തിരിച്ചറിയുന്നുണ്ട്. ക്ഷേമ പെൻഷൻ കൊടുത്തും വീടില്ലാത്തവർക്ക് വീട് കൊടുത്തും മറ്റെല്ലാ ക്ഷേമ പദ്ധതികൾക്കും നേതൃത്വം കൊടുത്തും മുൻപോട്ട് പോകുന്ന ഇടതുപക്ഷത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ജനങ്ങളെയാണ് നമുക്ക് കാണാനാവുക. സ്വരാജിന്റെ പ്രചരണാർത്ഥം എടക്കരയിലെത്തിയ ചലച്ചിത്ര താരം കുഞ്ഞികൃഷ്ണൻ ചെറുവത്തൂർ നിലമ്പൂരിൽ LDFന്റെ വിജയപ്രതീക്ഷ പങ്കുവച്ചു. ജനങ്ങളുടെ ഇടയിൽ M. സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഒരു പുതിയ ട്രെൻഡാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്കൊരു തോന്നലുണ്ടായിട്ടുള്ളത്. ഈ മണ്ഡലത്തിൽ വന്നപ്പോൾ വല്ലാത്ത ആവേശവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയോടുള്ളൊരു താല്പര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വോട്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ബാക്കി എല്ലാ ആളുകളും മറന്നുപോകും. വർഗീയതയെയും വിവാദങ്ങളെയും ആയുധമാക്കി UDFും NDAയും മത്സരിക്കുമ്പോൾ കൃത്യമായ രാഷ്ട്രീയവും വികസനവും പറഞ്ഞാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കൈരളി ന്യൂസ്, നിലമ്പൂർ.